ഒക്കെ പുറത്തെടുക്കുന്ന തരത്തിൽ മത്സരിപ്പിക്കുന്ന തരത്തിൽ കിഴക്കൻ ചേരുവാരത്തിൽ തിരുവമ്പാടി വിഭാഗം ഇരുനിലകളുള്ള കുടകൾ ഉയർത്തി കാട്ടിയിരിക്കുകയാണ്. ഇതിന് പടിഞ്ഞാറൻ ചേരുവാരത്തിലും ഒരുപക്ഷെ ഇപ്പോൾ തന്നെ ഇരുനിറത്തിലുള്ള കുടകളും ഉയർത്തിയേക്കാം. ധാരാളം ഭക്തന്മാർ ഈ കുടമാറ്റം കാണുന്നതിനായി പല സ്ഥലത്തു നിന്നും ഇവിടെ എത്തിയിട്ടുണ്ട്. ഭക്തസഹസ്രങ്ങൾക്ക് കണ്ണിന് കുളിരായി തിരുനക്കര പകൽപൂരത്തിൻ്റെ കാഴ്ചപൂരത്തിൻ്റെ കുടമാറ്റത്തിൻ്റെ വർണ്ണവിസ്മയ കാഴ്ചകൾ നടക്കുകയാണ്. ഇപ്പോൾ കിഴക്കൻ ചേരുവാരത്തിൽ ഇരുനിലകളിലുള്ള കുടകൾ ഉയർത്തി തൃക്കടവൂർ ശിവരാജ് തിടമ്പേറ്റുന്ന തായങ്കാവ് മണികണ്ഠനും അനന്തപത്മനാഭനും പുത്തംകുളം അർജുനനും പുതുപ്പള്ളി സാധുവുമൊക്കെ അണിനിരക്കുന്ന കിഴക്കൻ ചേരുവാരത്തിൽ തൃക്കടവൂർ ശിവരാജ് തിടമ്പേറ്റുന്ന കിഴക്കൻ ചേരുവാരത്തിൽ ഇരുനിരകളുള്ള പട്ടുകുടകൾ ഉയർത്തി തിരുവമ്പാടി ദേവസ്വം തങ്ങളുടെ പുതിയ കുടകൾ ഉയർത്തിയപ്പോൾ പടിഞ്ഞാറൻ ചേരുവാരത്തിൽ പെരുമനം കുട്ടന്മാരാരുടെ മേളപ്രമാണങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ അടുത്ത കുടകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിക്കാരൻ സതീഷിൻ്റെയും ചൊരാനിക്കാരൻ സുഭാഷിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള 110ഓളം ജനപ്രതിനിധികൾ ഈ എല്ലാവരും കോട്ടയത്തിൻ്റെ ജാതിമതഭേദമന്യേ മുഴുവൻ ആൾക്കാരുടെയും പൂരമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന തിരുനക്കര കാഴ്ചപൂരം ദർശിക്കുന്നതിനായി വളരെയധികം കാഴ്ചക്കാരും ഭക്തജനങ്ങളും തിരുമുറ്റത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ പടിഞ്ഞാറൻ ചേരുവാരത്തിൽ തിരുനക്കര തേവരെ എഴുന്നള്ളിച്ചിരിക്കുന്ന വലിയ കേശവൻ തിരുനക്കര തേവരുടെ തിടമ്പേറ്റിയിരിക്കുന്ന പടിഞ്ഞാറൻ ചേരുവാരത്തിൽ കിഴക്കൻ ചേരുവാരത്തിൽ വീണ്ടും കുടമാറിയിരിക്കുകയാണ്. നിലക്കുടകൾ മാറ്റി പകരം പച്ച നിറത്തിലുള്ള കുടകൾ, 2 നിറത്തിലുള്ള പച്ചയും മഞ്ഞയും നിറത്തിലുള്ള കുടകൾ കിഴക്കൻ ചേരുവാരത്തിൽ തിരുവമ്പാടി വിഭാഗം തിരുനക്കര കാഴ്ചപൂരത്തിനായി തിരുവമ്പാടി വിഭാഗത്തിൻ്റെ പച്ചയും വെള്ളയും നിറത്തിലുള്ള കുടകൾ ഉയർത്തിയിരിക്കുന്നു. തൃക്കടവൂർ ശിവരാജുമടക്കം 11 ഗജവീരന്മാർ അണിചേരുന്ന കിഴക്കൻ ചേരുവാരത്തിൽ പച്ചക്കുടകൾ ഉയർത്തിയിരിക്കുകയാണ്. പടിഞ്ഞാറൻ ചേരുവാരത്തിൽ പെരുവനം കുട്ടന്മാരാരുടെ പാണ്ടിമേളത്തിൻ്റെ ആൽത്തറമേളത്തിൻ്റെ കാലപ്രമാണങ്ങൾ മാറുന്നതനുസരിച്ച് അടുത്ത സെറ്റ് കുടകൾ ഉയർത്തുവാനുള്ള ഒരുക്കത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് കാണാം. ഈ കുടമാറ്റത്തിൻ്റെ ആനകളുടെ പിന്നിലായി അടുത്ത ഉയർത്തുവാനുള്ള കുടകൾ ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. അടുത്ത നിലക്കുടകളാണെന്ന് തോന്നുന്നു. വളരെയധികം ഭക്തജനങ്ങൾ ഈ കാഴ്ചപൂരം കാണുവാനായി കോട്ടയം തിരുനക്കരയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാഴ്ചപ്രേമികൾ, പൂരപ്രേമികൾ ഇത് കാണുവാൻ വേണ്ടി ഈ തിരുനക്കര മൈതാനത്ത് എത്തിയിട്ടുണ്ട്. ഇവർക്ക് മുഴുവൻ ഇത് കാണാനുള്ള സൗകര്യങ്ങൾ ഉണ്ടോ എന്നറിയത്തില്ല. എങ്കിൽ പോലും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും മറ്റ് വാളണ്ടിയേഴ്സിൻ്റെയും ഒക്കെ പ്രവർത്തന ഫലമായി കണ്ടവരെ ഈ മൈതാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് ബാക്കിയുള്ളവർക്കും കൂടി എല്ലാവർക്കും ഈ പൂരം കാണുന്നതിനുള്ള സൗകര്യങ്ങൾ സംഘാടക സമിതി ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുടമാറ്റത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് ആ മേളം മുറുകിയിട്ടില്ല, അതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ആലവട്ടവും വെഞ്ചാമരവും ഉയർത്തി മുത്തുക്കുടകളും പിടിച്ച് പടിഞ്ഞാറൻ ചേരുവാരം ഇങ്ങനെ അടുത്ത മേളത്തിൻ്റെ കലാശമെടുക്കുന്നതിനായി നോക്കിയിരിക്കുകയാണെന്ന് തോന്നുന്നു. ആ മേളത്തിൻ്റെ കലാശം മുറുകുമ്പോൾ ആ കാലപ്രമാണത്തിൻ്റെ അടുത്ത അക്ഷരകാലത്തിലേക്ക് കിടക്കുമ്പോൾ കുടമാറ്റം ആ നേരത്തിന് ആ സമയമാണ്. അത് തൃശ്ശൂർ പൂരത്തിൽ കുടമാറ്റം ഒരുക്കുന്ന കലാകാരന്മാർ തന്നെയുമാണ് തിരുനക്കരയും പകൽപൂരത്തിലും കുടമാറ്റം ഒരുക്കുന്നത്. അവരുടെ സമയം അതിൻ്റെ ആ മേളം മുറുകുമ്പോൾ പാണ്ടിമേളത്തിൻ്റെ ആ ഇലഞ്ഞിത്തറ മേളത്തിൽ മേളം മുറുകുന്നത് പോലെ തന്നെ ആൽത്തറ മേളത്തിൽ മേളം മുറുകുമ്പോൾ അടുത്ത കുടകൾ മാറ്റും. ഇപ്പോൾ കിഴക്കൻ ചേരുവാരത്തിലും കുടകളൊന്നും മാറുന്നില്ല. ആ മേളത്തിൻ്റെ ഒരു സ്ഥായിയായ ഭാവത്തിൽ നിൽക്കുകയാണെന്ന് തോന്നുന്നു. അടുത്ത ഘട്ടത്തിൽ ഒരുപക്ഷെ ഈ വട്ടം വീശും കൂടെ മാറിക്കഴിയുമ്പോൾ ഈ കാല പ്രമാണം മാറും. അപ്പോൾ വീണ്ടും കുടമാറ്റം അവസാനിച്ചിട്ടില്ല. ഏതാണ്ട് 36 സെറ്റ് കുടകൾ 2 ഭാഗത്തും മാറുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് സംഘാടക സമിതി ഒരുക്കി വരുത്തിയിട്ടുള്ളതാണെന്നാണ് സംഘാടക സമിതി അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ധാരാളം ഭക്തജനങ്ങൾ പല ഭാഗത്തു നിന്നും ഈ നാടിൻ്റെ എന്നല്ല ഈ ജില്ലയുടെ എന്ന അടുത്ത ജില്ലകളിൽ നിന്ന് പോലും ധാരാളം ഭക്തജനങ്ങൾ വീണ്ടും കിഴക്കൻ ചേരുവാരം മേളത്തിൻ്റെ കലാശം മാറിയ വീണ്ടും അവിടെ കുടകൾ ഉയർത്തിയിരിക്കുകയാണ്. റോസ് നിറമുള്ള കുടകൾ ഉയർത്തിക്കൊണ്ട് തൃശ്ശൂർ തിരുവമ്പാടി വിഭാഗത്തിൻ്റെതായ കുടകൾ കഴിഞ്ഞ തൃശ്ശൂർ പൂരത്തിന് തെക്കോട്ടിറക്കത്തിൽ തങ്ങളുടെ വർണ്ണക്കാഴ്ച ഒരുക്കിയ കുടകൾ ഇപ്പോൾ കിഴക്കൻ ചേരുവാരത്തിൽ റോസ് നിറത്തിലുള്ള കുടകൾ ഉയർത്തി തൃശ്ശൂർ തിരുവമ്പാടി വിഭാഗം ഈ തിരുനക്കര പകൽപൂരത്തിൽ തങ്ങളുടെ വമ്പ് കാട്ടിയിരിക്കുകയാണ്.
മാറുകയാണ്. പെരുമനം കുട്ടന്മാരാരുടെ മേളം മുറുകിയിട്ടുള്ള അടുത്ത കലാശമാകുമ്പോൾ, അടുത്ത കാലപ്രമാണത്തിലേക്ക് കടക്കുമ്പോൾ അതാ അവർ മേളം കുടമാറ്റും. അവരുടെ കുടമാറ്റവും കഴിഞ്ഞിട്ടില്ല. ധാരാളം ഭക്തജനങ്ങൾ തൃശ്ശൂർ പൂരം ഒരുപക്ഷെ ഇവിടുന്ന് പോയി കാണുവാൻ കഴിയാത്ത ധാരാളം ഭക്തജനങ്ങൾക്ക്, വളരെയധികം ആളുകൾക്ക്, പൂരപ്രേമികൾക്ക് ഇത് കാണുന്നതിനുള്ള അവരെ കെട്ടിടങ്ങളിലും മറ്റ് ഉയർന്ന സ്ഥലങ്ങളിലുമൊക്കെ ഇരുന്ന് ഇത് കാണുകയാണ്. അവർക്ക് കാണാൻ പറ്റുന്ന തൊട്ടടുത്ത ക്ഷേത്രങ്ങളുടെ കെട്ടിടങ്ങളിൽ നിന്നും മുകളിൽ നിന്നും ഒക്കെ ഇത് എങ്ങനെയെങ്കിലും എവിടെ നിന്നെങ്കിലും ഇതൊന്ന് കാണും. തൃശ്ശൂർ പൂരത്തിൽ കാണുന്നത് പോലെ തൃശ്ശൂർ പൂരത്തിന് തെക്കോട്ടിറക്കത്തിൽ തൊട്ടടുത്ത കെട്ടിടങ്ങളിലും തൊട്ടടുത്ത ശിക്ഷത്തലപ്പുകളിലും ഇരുന്ന് പൂരം കാണുന്നത് പോലെ തൊട്ടടുത്ത ഉയർന്ന കെട്ടിടങ്ങളുടെ മുകളിൽ നിന്ന് പോലും തിരുനക്കര പൂരം കാണുന്ന കാഴ്ച, തൃശ്ശൂർ പൂരത്തിന് കാണുന്ന അതേ കാഴ്ചകൾ ഇവിടെ കാണുമ്പോൾ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്തെ തിരുനക്കര തേവരുടെ തിരുനക്കര തിരുമുറ്റം ആവഹിച്ചെടുത്തതാണോ എന്ന് തോന്നുന്നത് പോലെ വളരെയധികം ഭക്തജനങ്ങൾ അവർ ഒരു സെറ്റ് കുടയെങ്കിലും മാറുന്നതൊന്ന് കാണുന്നതിന് മുമ്പായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരെ മാറ്റുകയാണ്. കാരണം ഇനിയും ധാരാളം ആൾക്കാർ ഈ മൈതാനത്ത് വെളിയിലുണ്ട്. അവർക്ക് ഈ പരിപാടി ഒന്ന് കാണണം. അവർക്ക് ഈ തിരുനക്കര പൂരം, അത് തൃശ്ശൂർ പൂരത്തിൻ്റെ തനിയാവർത്തനമായ ഈ തിരുനക്കര, അതായത് പടിഞ്ഞാറൻ ചേരുവാരത്തിൽ തങ്ങളുടെ നിലക്കുടകൾ ഉയർത്തിക്കൊണ്ട് പെരുമനം കുട്ടന്മാരാരുടെ മേളമെന്ന് അടുത്ത കാലത്തിലേക്ക് കടന്നപ്പോൾ ആ മേളത്തിൻ്റെ കലാശമെടുത്തപ്പോൾ അതാ അടുത്ത സെറ്റ് കുട മാറിയിരിക്കുകയാണ്.